നമസ്കാരം. സാമ്പത്തികമായി നമുക്ക് ഒരാളെ എത്ര കാലം സഹായിക്കാൻ പറ്റും? അധികം കാലമൊന്നും സഹായിക്കാൻ പറ്റില്ല. കുറച്ചു കാലം സമ്പത്ത് കൊടുത്ത് പിന്നെ സമ്പത്ത് കിട്ടാതിരിക്കുന്ന സമയത്ത് അവർ നമ്മളെ വെറുത്തു കൊടുക്കും. പിന്നെ ചോദിക്കുമ്പോൾ നമ്മൾ കൊടുത്തില്ലെങ്കിൽ വലിയ പ്രശ്നമാവും. എൻ്റെ ജീവിതത്തിൽ ഞാൻ സാമ്പത്തികമായിട്ട് ഒരുപാട് സഹായിച്ചില്ലെങ്കിലും എൻ്റെ വീഡിയോ കൊണ്ടും എൻ്റെ സോഷ്യൽ മീഡിയ പ്രസൻസ് കൊണ്ടൊക്കെ ഒരുപാട് പേരുടെ ജീവിതം മാറിയിട്ടുണ്ട്. പലരുടെയും ജീവിതത്തിൽ ആത്മഹത്യയിൽ നിന്ന് ഞാൻ തിരിച്ചു കൊണ്ടുവരാൻ എൻ്റെ വാക്കുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ ജീവിത അനുഭവങ്ങളാണ്. ജീവിതം എൻ്റെ കയ്യിൽ നിന്നും പാളിപ്പോയ ഒരു സമയത്ത് അതിനെ തിരിച്ചു പിടിക്കാൻ ഞാൻ ശ്രമിച്ചത് ഒരിക്കലും പുറത്തു നിന്നുള്ള ഒരു ഇൻഫ്ലുവൻസ് ഒന്നുമല്ല. ഞാൻ എന്നിലേക്ക് ഞാൻ നോക്കിയപ്പോഴാണ് എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ തുടങ്ങി. അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ ജീവിതം ഇങ്ങനെ തിരിച്ച് പിടിക്കാൻ കഴിയുമെങ്കിൽ ജീവിതത്തിൽ കഷ്ടപ്പെടുന്ന ബുദ്ധിമുട്ടുന്ന സാമ്പത്തികമായാലും അല്ലെങ്കിൽ മാനസികമായാലും ആരോഗ്യപരമായാലും എന്ത് പ്രശ്നമായാലും വരെ തിരിച്ചു പിടിക്കാൻ എൻ്റെ ജീവിത അനുഭവങ്ങൾ പാഠമാകുന്നത് എന്നെ സംബന്ധിച്ചോളം ഈ ജീവിതത്തിൻ്റെ വലിയ ചാരിതാർത്ഥ്യം തന്നെയാണ്. ഞാൻ ഈ പറഞ്ഞു വരുന്നത് എൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഇത്രമാത്രം ജനങ്ങളെ സ്വാധീനിച്ചപ്പോൾ ഞാൻ എപ്പോഴും തീരുമാനിച്ചൊരു കാര്യമാണ്. എന്തുകൊണ്ട് എൻ്റെ കർമ്മമേഖല, ഞാനൊരു ഫിലിം മേക്കറാണ്. എൻ്റെ കർമ്മമേഖലയിലൂടെ സൊസൈറ്റിക്ക് വെളിച്ചം വീശിക്കൂടാ. ഇത്രയേറെ ഒരു കുടുംബ ബന്ധങ്ങളെയും ജീവിതങ്ങളെയൊക്കെ തൊടാൻ എൻ്റെ വീഡിയോസിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു സിനിമയിലൂടെ എന്തുകൊണ്ട് എനിക്ക് തൊടാൻ കഴിയില്ല എന്നൊരു ചിന്തയിലാണ് എൻ്റെ അടുത്ത സിനിമയെക്കുറിച്ചൊരു ചിന്ത ഞാൻ വന്നത്. അങ്ങനെ വളരെ ശക്തമായൊരു പ്രമേയം ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയ എൻ്റെ അനുഭവങ്ങളും ആൾക്കാരെന്നോട് ഇൻറ്ററാക്ട് ചെയ്തപ്പോൾ കിട്ടിയ ചില നുറുങ്ങുകളെല്ലാം ചേർത്ത് വെച്ചിട്ട് എല്ലാവരെയും ആസ്വദിപ്പിക്കുന്ന, എല്ലാവരുടെയും ജീവിതത്തിന് വെളിച്ചം വീശുന്ന ഒരു സിനിമ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു ചെറിയ ഇടവേളയാണ് കഴിഞ്ഞ 2 മാസം സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവായിട്ട് ഞാൻ വരാഞ്ഞത്. അപ്പോൾ ഞാൻ തിരക്കഥയൊക്കെ പൂർണ്ണമാക്കി വളരെ ശക്തമായ തിരക്കഥ തന്നെയാണ്. എൻ്റെ മറ്റ് സിനിമകളെ പോലെ തന്നെ വ്യത്യസ്തമായ കാലത്തിന് മുമ്പേ സഞ്ചരിക്കുന്ന ഒരു സിനിമയാണ് ഇതായിരിക്കണമെന്നൊരു ഉറച്ച വിശ്വാസത്തോടെ ഞാൻ തിരക്കഥ പൂർത്തിയാക്കി. തിരക്കഥ വളരെ നന്നായി വന്നിട്ടുണ്ടെന്നുള്ളത് നമുക്ക് അതിൻ്റെ ഒരു പ്രോസസ്സിൽ തന്നെ മനസ്സിലായിരുന്നു. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നമ്മുടെ സിനിമകൾ കൂടുതൽ റീച്ച് ആകണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന താരങ്ങളൊക്കെ സിനിമയിലുണ്ടായിരിക്കണം. അങ്ങനെ മലയാളത്തിൽ വളരെ പ്രശസ്തമായി ഞാനും ആരാധിക്കുന്ന കുറച്ച് താരങ്ങളെ ഞാൻ സമീപിച്ച് നോക്കി. പക്ഷേ നിർഭാഗ്യവശാൽ അവരുടെ ആണോന്നറിയില്ല, അവരെ എനിക്ക് ഡേറ്റ് തന്നില്ല എന്നുള്ളതാണ്. ചിലർ പറഞ്ഞു 2 വർഷം 3 വർഷം കാത്തിരിക്കും എന്നൊക്കെ പറഞ്ഞു. 2 വർഷം പോയിട്ട് 2 മിനിറ്റ് നമ്മുടെ ജീവിതത്തിൽ അടുത്ത ആയുസുണ്ടോ എന്ന് നമുക്കറിയില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഒരാൾക്ക് വേണ്ടി ഇത്രയും കാലം കാത്തിരിക്കുന്നുള്ള ഒരു തിരിച്ചറിവിൽ ഞാൻ കരുതി. എന്തായാലും ഒരുപാട് പേര് അഭിനയത്തെ സ്നേഹിച്ച് നടക്കുന്നുണ്ട്. അഭിനയം എനിക്കും ഒരു താരമാകണം, എൻ്റെ സ്വപ്നമാണ് നടിയാവുക എന്നൊക്കെ കരുതി ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ കരുതി എന്തുകൊണ്ട് അവരെ ചേർത്ത് വെച്ച് സിനിമ ചെയ്തുകൂടാ. വലിയ താരങ്ങൾ നമുക്ക് ഒരു അവസരം അവരുടെ അടുത്തെത്താൻ കിട്ടാത്തത് കൊണ്ട് പുതിയ താരങ്ങളെ ക്രിയേറ്റ് ചെയ്യുക, ബേണിംഗ് ഡിസയറോടുകൂടി ജീവിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ. അങ്ങനെ ചിന്തയിലാണ് ആ സിനിമയുടെ കഥാപാത്രങ്ങളെ, അതായത് സമൂഹത്തിൽ നിന്നും പെറുക്കിയെടുത്ത ഈ കഥാപാത്രങ്ങൾക്ക് ജീവനാകാൻ സമൂഹത്തിൽ നിന്നും പെറുക്കിയെടുത്ത ആൾക്കാർ തന്നെ വേണമെന്നൊരു ചിന്തയിൽ ഞാൻ ഓഡീഷൻ ഇട്ടിരുന്നു. എൻ്റെ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ട് ഒരുപാട് പേര് റെസ്പോണ്ട് ചെയ്തതാണ്. അതിൽ നിന്ന് ഞാൻ കുറേ താരങ്ങളെ വളരെ ഒരു അവസരം കിട്ടിയാൽ ഒരു തീപ്പരി ഒരു അഗ്നിയായി പടരുന്നത് പോലെ ഇവരുടെ മനസ്സിലെ ആ ഒരു ടാലൻറ്റിനെ അത് ഊതിപ്പെരുപ്പിച്ച് ഒരു അഗ്നിയാക്കാൻ എനിക്ക് ആ കഥാപാത്രത്തോടെ കഴിഞ്ഞു. ഒരു കാലത്തിൻ്റെ ഒരു അനുഗ്രഹമായിരിക്കും അത്. ആ സിനിമ പൂർത്തിയായി, അതിൻ്റെ ഫൈനൽ എഡിറ്റുമൊക്കെ കഴിഞ്ഞു. ഇപ്പം എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് സുഹൃത്തുക്കളെയൊക്കെ ഞാൻ കാണിച്ചിരുന്നു. പല തലത്തിലുള്ള അവർക്കൊക്കെ സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ആ ഒരു സിനിമ സൊസൈറ്റിക്ക് ഒരു വെളിച്ചം വീശാൻ വേണ്ടി എൻ്റെ ഒരു ശ്രമമാണ്. അപ്പോൾ എന്തായാലും ആ സിനിമയുടെ കൂടുതൽ ഡീറ്റെയിൽസ് പറയാം. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പലരും പറയാണ്ട് സോഷ്യൽ മീഡിയ വളരെയധികം കണ്ടാമിനേറ്റഡ് ആണ്, വളരെ ടോക്സിക് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ മീഡിയ എനിക്ക് വലിയൊരു അനുഗ്രഹമായിരുന്നു. ഏത് ടെക്നോളജിയായി, ഇപ്പോൾ ഒരു കത്തി എന്ന് പറയുന്നത് ഒരു കത്തി എങ്ങനെ ഉപയോഗിക്കും? ഒരു കൊലയാളിയുടെ കയ്യിൽ ആ കത്തി കിട്ടുകയാണെങ്കിൽ ഒരാളെ കുത്തി മുറിവ് ഏൽപ്പിച്ച് ഇല്ലാതാക്കാൻ പറ്റും. പക്ഷേ എന്നാലും ഡോക്ടറുടെ കയ്യിൽ ആ കത്തി കിട്ടുകയാണെങ്കിൽ അത് കീറി മുറിച്ചിട്ട് അതിൻ്റെ അസുഖം മാറ്റി അദ്ദേഹത്തെ ജീവിതത്തിലെ വ്യക്തിയെ ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ എൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി, എൻ്റെ ടാലൻറ്റും എൻ്റെ ഒരു വിഷനും എല്ലാം ഞാൻ ഡയറക്റ്റ് ചെയ്തത് സൊസൈറ്റിക്ക് ഒരു നല്ല രീതിയിലാണ്. ആ ഒരു ചിന്തയിൽ തന്നെയാണ് ഈ സിനിമ ജനിക്കുന്നത്. സിനിമയുടെ കൂടുതൽ ഡീറ്റെയിൽ പറയാം. എന്തായാലും നിങ്ങൾ ആ സിനിമ തിയേറ്ററിൽ വരുമ്പോൾ കാണണം. അത് നിങ്ങൾ ഒരിക്കലും ഡിസപ്പോയിൻറ്റ് ചെയ്യില്ല. എൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് പോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തെ തൊട്ടുണർത്തും, നിങ്ങളുടെ ജീവിതത്തിന് വെളിച്ചം വിതറും, പുതിയ താരങ്ങളെ നിങ്ങൾക്ക് ഫ്രഷായിട്ട് കാണാൻ പറ്റും എന്നൊരു ഉറപ്പ് എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റും. താരങ്ങളുടെ ഡീറ്റെയിൽ ഒന്നും പറയുന്നില്ല. സിനിമ കാണുമ്പോൾ അവരെ നിങ്ങളുടെ ആ കഥാപാത്രങ്ങളായിട്ട് കണ്ടിട്ട് പിന്നീട് താരങ്ങളായിട്ട് കാണുന്നതായിരിക്കും ആ ഒരു സിനിമയുടെ കണ്ടൻറ്റിന് ഏറ്റവും ആവശ്യമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തതിനും ഇങ്ങനൊരു സിനിമ ചെയ്യാൻ നിങ്ങളുടെ ഒരു ചെറിയ സ്പാർക്കൊക്കെയാണ് അതിനൊരു കാരണം. എല്ലാവർക്കും ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ.